ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാനും വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കൂന്തൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 25 കൂന്തൽ എടുത്തിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ മേലുള്ള റെഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കൂന്തൽ നിറച്ചതിന് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കൂന്തൽ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഞാൻ എടുത്ത കൂന്തൽ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 25 കൂന്തലിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഒരു 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചെറുള്ളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട്. എങ്കിലും നമുക്ക് കൂന്തൽ നിറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കണില്ലല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങ കൂടി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം. നിങ്ങൾ ഇത്ര കൂന്തൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെയും ഉള്ളിയുടെ അളവൊക്കെ കുറയ്ക്കുക. ഒരു 10 കൂന്തലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 8-9 ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങ ഒരു 1/2 കപ്പ് എടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിത് തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാനിവിടെ ഇത് ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കഞ്ഞിയൊക്കെ വെക്കുന്ന അരിയിലെ നെല്ലുത്തേരി, ആ ഒരു ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തോടുക്കനെ ഇട്ട് കൊടുക്കണ്ട, വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇത് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത് അരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 കൂന്തലിലേക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ആകുമ്പോൾ ഒരു 1/2 കപ്പ് അരി മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് കൂടി പോകണ്ട, എങ്കിലും അത്യാവശ്യം നോക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂന്തലിൻ്റെ ഉള്ളിലൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൂന്തലെടുത്തിട്ട് നമുക്കിതിനുള്ളിലൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ചെറിയ സ്പൂൺ എടുത്താൽ മതി. വലിയ സ്പൂണാകുമ്പോൾ നമ്മളെ ഫില്ലിംഗ് ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പോൾ നമുക്കിതിനുള്ളിൽ ഞാൻ ചെയ്യണ പോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. വല്ലാണ്ട് കണ്ട് കുത്തി നിറച്ച് വെക്കരുത്. കണ്ടോ, ഇതുപോലെ റെഡിയാക്കി എടുക്കാം. വല്ലാണ്ട് കുത്തി നിറച്ച് വെക്കുമ്പോൾ നമ്മൾ കൂന്തൽ വേവുമ്പോൾ എന്താ പറയുക, ഇത് പൊട്ടി വരും. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു ഈർക്കിളിയോ ടോപ്പിക്കോ വെച്ച് ഒന്ന് കുത്തിയെടുക്കാം. നമ്മൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂന്തൽ വെന്ത് വരുമ്പോൾ എന്തായാലും ചുരുങ്ങി വരും. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കൂന്തൽ തന്നെ ഇതിന് വേണ്ടി എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫില്ലിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെക്കുക. ഒരുപാട് കുത്തി നിറച്ച് വെക്കേണ്ട. കാരണം കൂന്തലിൻ്റെ ഉള്ളിൽ അരി വെന്ത് വരുമ്പോൾ നമ്മളിപ്പോൾ പച്ച അരിയല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അരിക്ക് വെന്ത് വരും. അപ്പോൾ ഇതുപോലെ 1-2 ടോപ്പിക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കൂന്തളും ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 കൂന്തളിലേക്കുള്ള അളവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. 2 പ്ലേറ്റ് കൂന്തളോളം ഉണ്ടാവും. കണ്ടോ, അപ്പോൾ നിങ്ങൾ അളവ് ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ എത്ര കൂന്തളം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കൂന്തൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ പൊങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒന്ന് മുന്നിട്ട് നിന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് കൂന്തലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കൂന്തൽ ചെറുതും വലുതാണെങ്കിൽ വേവിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഒരു 3/4 മണിക്കൂർ വേണ്ടി വന്നു കൂന്തളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൂന്തളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് വാർത്തിയെടുക്കുക. കണ്ടോ, നമ്മൾ കൂന്തൽ നിറച്ച് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ എനിക്കിപ്പോൾ 3/4 മണിക്കൂറാണ് ഇത് വേവാൻ വേണ്ടി വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.